നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പര വരാനിരിക്കെ ടീമിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നത് സംബന്ധിച്ചുള്ള ഏകദേശ ചിത്രം പുറത്തായിരിക്കുകയാണ്. ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യൻ T20 ടീമിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ പുറത്തായിരിക്കുന്നത്. ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരെല്ലാം ഇറാനി കപ്പ് കളിക്കാൻ പോവുകയാണ്. ഇതോടെ ബംഗ്ലാദേശ് T20യിൽ ഇവർ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. ഋതുരാജ് ഗെയ്ക്വാദിനെ ഇറാനി കപ്പിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്. എന്നാൽ ഋതുരാജിന് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണന ഇല്ല. പ്രതിഭാശാലിയായ ക്ലാസിക് താരമായിട്ടും ഋതുരാജിന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കുന്നില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. 3 ഫോർമാറ്റിലും തിളങ്ങാൻ ശേഷിയുള്ള ബാറ്ററാണ് ഋതുരാജ് ഗെയ്ക്വാദ്. എന്നാൽ ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. ഋതുരാജ് തഴയപ്പെടാനുള്ള കാരണം ഗൗതം ഗംഭീറാണോ എന്ന സംശയമാണ് ആരാധകർ ഉന്നയിക്കുന്നത്. ഋതുരാജിനെ ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രം കളിപ്പിക്കുകയും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുകയും ചെയ്യാതെ തഴയുകയാണ്. ഇതിന് പിന്നിൽ CSK നായകനോടുള്ള ഗംഭീറിന്റെ വിരോധമുണ്ടോ എന്നാണ് സംശയങ്ങൾ രൂപീകരിക്കുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനാണ്. ഗംഭീറും MS ധോണിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരസ്യമായാണ് അതൊക്കെ. ഋതുരാജിനെ CSKയുടെ നായകനാക്കി വളർത്തിയത് ധോണിയാണ്. ധോണിയുടെ ശിഷ്യനായി തന്നെയാണ് ഋതുരാജിനെ എല്ലാവരും കാണുന്നതും. അതുകൊണ്ട് തന്നെ ഗംഭീറിന് സ്വാഭാവികമായ അനിഷ്ടം ഋതുരാജിനോട് ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ അനിഷ്ടമാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഋതുരാജ് തഴയപ്പെടാൻ കാരണം എന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ശിവം ദുബെ, റിയാൻ പരാഗ തുടങ്ങിയ പല താരങ്ങൾക്കും അവസരം ലഭിക്കുമ്പോഴും അതിലും മികവുണ്ടായിട്ടും ഋതുരാജ് പുറത്താകുന്നത് അത് തന്നെയാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ ഒരു കാര്യമെന്ന് പറയേണ്ടതാണ്. 27-കാരനായ ഋതുരാജ് കരിയറിന്റെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒതുക്കപ്പെട്ടാൽ തിരിച്ചുവരവ് നടത്തുക പ്രയാസകരം തന്നെയാകും. മികച്ച കണക്കുകൾ തന്നെ അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. T20യിൽ പതിയെയാണ് ഋതുരാജ് തുടങ്ങാറെങ്കിലും വലിയ ഇന്നിങ്സ് കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. ഇന്ത്യക്കായി 6 ഏകദിനം കളിച്ച ഋതുരാജിന്റെ ശരാശരി 19.17 ആണ്. ഒരു അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം നേടിയിട്ടുണ്ട്. T20യിലേക്ക് വരുമ്പോൾ 23 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. 39, 56 ശരാശരിയിൽ 633 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇതിൽ ഒരു സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട്. 143.54 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും ഋതുരാജിന് സ്വന്തം പേരിൽ ഉള്ളതാണ്. എന്നിട്ടും അദ്ദേഹത്തെ ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. IPL-ൽ 66 മത്സരം കളിച്ച് 41.75 ശരാശരിയിൽ 2380 റൺസാണ് ഋതുരാജ് നേടിയത്. 2 സെഞ്ചുറിയും 18 അർദ്ധ സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ്. ഇന്ത്യൻ ജേഴ്സിയിൽ സിംബാബ്വെ T20 പരമ്പര കളിക്കാൻ ഋതുരാജിന് സാധിച്ചിരുന്നു. എന്നാൽ ശ്രീലങ്കൻ പരമ്പരയിൽ നിന്ന് തഴയപ്പെടുകയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ ഋതുരാജിന് അവസരമില്ല. അതിനുശേഷം നടക്കുന്ന T20യിലും ഋതുരാജ് ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇതിനുശേഷം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക പരമ്പരകളെല്ലാം വരുന്നുണ്ട്. ഇതിലൊന്നും ഇന്ത്യ ഋതുരാജിനെ പരിഗണിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിലെ താരങ്ങളിൽ ഏറ്റവും ഒതുക്കപ്പെടുന്ന താരം ഋതുരാജാണെന്ന് തന്നെ നിസ്സംശയം പറഞ്ഞു നിർത്താം.